പ്രൊഫസർ ആയിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലേക്ക് വന്നത്? ആക്ച്വലി ഞാൻ ശരിക്കും ഇത് ട്രേഡിംഗ് എന്നുള്ള സംഭവം ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയ എൻ്റെ കസിനാണ്. ഒരു ബ്രേക്ക് ഇപ്പം കോളേജിൽ നിന്ന് ഞാൻ ബ്രേക്ക് എടുക്കുകയും ചെയ്തു. അപ്പോൾ ഒരു നല്ലൊരു ഫ്രീ സമയം കിട്ടിയപ്പോൾ എന്തായാലും ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്ന് രണ്ട് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. സ്റ്റാർട്ടപ്പ് പോലെ നമ്മുടെ ആദ്യം ഒരു ജൻ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ഇളനീരിൻ്റെ അതുപോലെ കെയിൻ നല്ല ബ്രാൻഡൊക്കെ ചെയ്ത് വളരെ നല്ല രീതിയിലാണ് തുടങ്ങിയത്. എനിക്ക് ഫുൾ ടൈം കോളേജിൽ നിന്ന് വന്നിട്ട് പിന്നെ അത് നോക്കി നടത്താനുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് വേറെ സ്റ്റോപ്പ് ചെയ്തു. അതും സ്റ്റോപ്പ് ചെയ്തു. ബിസിനസ് മൈൻഡ് ആ തുടക്കത്തിലേ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു എക്സ്ട്രാ ഇൻകം പ്രകാരം ഒരു ട്രേഡിംഗ് ഓണ്ടർഷിപ്പ് സെലക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം അതാണ്. തുടക്കത്തിലൊക്കെ നമ്മളൊരു പ്രോഫിറ്റിന് പ്രാമുഖ്യം കൊടുക്കാണ്ട് നമ്മൾ ആ ട്രേഡ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനാണ് നമ്മൾ ശരിക്കും ശ്രമിക്കുന്നത്. ഇത് സാറായാലും നിഖിൽ സാറാണ് എല്ലാത്തിലും നല്ല രീതിയിൽ തന്നെ ആ കാര്യങ്ങൾ ബേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ക്ലാസ്സുകളെ കുറിച്ചൊക്കെ ശരിക്കും ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. നല്ല രീതിയിൽ തന്നെ പറയാൻ പറ്റും. ഇതിൻ്റെ ക്ലാസ് ആയിരിക്കും അത്ര ഇതെന്ന് വിചാരിക്കും. അതെ. സോ എത്ര റേറ്റ് കൊടുക്കേണ്ടി പറ്റും ഒരു അധ്യാപകൻ എന്ന നിലയിൽ? അല്ലെങ്കിൽ നമുക്ക് ഒരു 95% കൊടുക്കാം. ഓക്കെ, നല്ല ക്ലാസ്സാണ്. കാരണം നല്ല